ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹെയ് ഗെയിമർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറെ എന്നൊക്കെ പറഞ്ഞാൽ ആളെ കൊണ്ട് കളിപ്പിക്കാൻ ഇപ്പോൾ ഒരു വ്യത്യാസമില്ലല്ലോ. ഞാനൊരു കാര്യം കാണിച്ചിട്ട് ആൾ പോരാന്നാണ് എല്ലാവരും പറഞ്ഞത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. ആളെ റിവ്യൂ ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ആരുടെ റിവ്യൂ? ഇവൻ്റെ റിവ്യൂ. റിവ്യൂ അതിപ്പോൾ ഇനി ഭയങ്കര കളിയാണെങ്കിലും ആരെ ഇപ്പോൾ കയറ്റാനും ആളില്ല ഗൈസ്. ഇപ്പം ടോണി ആഡംസ്, റൗള്, ഡോണാഡോണി, ഡിയോഫ്, ബോജാനൊക്കെ കയറ്റിയാലോ, അല്ലെങ്കിൽ മെസ്സിനെ കയറ്റും. മെസ്സി എന്താണ് കൂടെ ചോദിച്ചതൊക്കെ ഇല്ല. മിക്കവാറും ഇപ്പം പോരാണ്ട് നമ്മൾ മെസ്സിനെ അങ്ങോട്ട് തന്നെ ആക്കൂട്ടോ. അപ്പോൾ നമ്മൾ ചെക്കൻ ലെവൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചെക്കൻ 100 101 നമ്മൾ ബൂസ്റ്റർ കൊടുക്കണം. പക്ഷെ ബൂസ്റ്റർ 2 ഉണ്ട്, 2 കൊടുത്ത് നോക്കുന്നുണ്ട്. ബോൾ പ്രൊട്ടക്ഷന് ഉപകാരം ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ. ബോൾ പ്രൊട്ടക്ഷൻ വേണ്ട. ലാസ്റ്റത്തെ ഒന്നാണ് ഇത് കിട്ടും. ഏരിയയിൽ തന്നെ കിട്ടി. അപ്പുറത്ത് ഏരിയയിൽ ഇപ്പുറത്ത് ഏരിയയിൽ അപ്പോൾ ഓവറായില്ലേ? അതില്ല, അതും വേണ്ട. നമുക്ക് ഇനി ബൂസ്റ്റർ പിന്നെ കൊടുക്കാം. പിന്നെ സ്കിൽ ട്രെയിനിങ് നമുക്ക് നോക്കണ്ടായിരുന്നു. സ്കിൽ ട്രെയിനിങ് പറയുമ്പോൾ നമുക്ക് ആദ്യം കളിപ്പിച്ചിട്ടാണ് നമ്മൾ അഡ്വാൻസ്ഡ് സ്കിൽ ട്രെയിനിങ് കൊടുക്കണം. ചിപ്പ് ഷോട്ട് കൺട്രോൾ ഉണ്ടായിക്കോട്ടെ. SS അല്ലേ, ഏരിയൽ സൂപ്പർ ഉണ്ടോ? അല്ലെങ്കിൽ അടിപൊളിയാണല്ലോ. ഔട്ട്സൈഡ് കളറും കിട്ടി. ഇനി സ്കില്ലോട്ടോ കണ്ടോട്ടോ. അപ്പോൾ നമുക്ക് ലോങ് കളർ അതും ഉണ്ടാവും. അപ്പോൾ കളിയാണല്ലോ. റബോണ ഉണ്ടായിക്കോട്ടെ. സൂപ്പർ സബ് അതും ഉണ്ടായിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ സബ്ബായി വരുമ്പോൾ തന്നെ ഭയങ്കര കളിയാകുമ്പോൾ മാർസൽ അതൊക്കെ വേണം. പിന്നെ ചെക്കനൊന്ന് ഇറക്കാം. അത് കളീൻ്റെ ഇടയിൽ ഇറക്കണമാവും നല്ലത്. അപ്പോൾ മൈ ലീഗിൽ കളിച്ചണോ നല്ലത്. അപ്പോൾ ഇനി ചെക്കനെ കളി പോയി കണ്ടിട്ട് ഒരു ഷിൻജി ഒക്കസാക്കി എന്തോ ഒരു വല്ലാത്തൊരു പേരാണ് ഒക്കസാക്കിക്ക്. ഒക്കസാക്കി ആ ഒരു പേര് കാണുമ്പോൾ തന്നെ എന്താ മാതിരി തന്നെയാണ്. അത് ഓനതാ ഗോളടിക്കാൻ പോകുന്നത്. നമ്മൾ ഗോളടിക്കേണ്ട സ്ഥലത്ത് ഓനതാ ഗോളടിക്കണേ. എന്താപ്പം ചെയ്യുക? അപ്പോൾ ഗൈസ് നമുക്ക് ഗോളിക്ക് കിട്ടിയിരിക്കണേ. എൻ്റെ ഒരു ട്രിക്ക് ഉണ്ട് ഒക്കസാക്കിയൊക്കെ എത്തിക്കാൻ. അങ്ങനെ കൊണ്ടുപോയ പോലെ അത് ഗൈസ് ഇതൊക്കെയാണ്. ഞാൻ ക്യാൻറ്റോണാണ് ഉദ്ദേശിച്ചത് അവിടുന്ന് കൊടുക്കാൻ. പക്ഷേ ബോളിപ്പോൾ ഒക്കസാക്കിക്ക് കിട്ടാണ്ടാവും റിവ്യൂ ആർക്ക് നടക്കാത്തത്. നമുക്കൊരു പെനാൾട്ടി ടീം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് മുണങ്ങിയിട്ട് കണ്ടുവരും. മുണങ്ങുന്നുള്ള ഉറപ്പാണ് ഗൈസ്. മുണങ്ങണം കരച്ച് കൂട്ടി. കാരണം തന്നെ എന്നാലേ നമുക്ക് ഒക്കസാക്കിക്ക് കിട്ടുള്ളൂ. കാരണം ടച്ച് എടുക്കുമ്പോൾ കിട്ടുമല്ലോ. അപ്പം മുണങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. മുണങ്ങോ ഗൈസ്? മുണങ്ങിയിട്ട് മുണങ്ങി. ഇനി ഒക്കസാക്കിൻ്റെ റിവ്യൂ ആണ്ട് കണ്ടോട്ടോ. ഇനി ഒക്കസാക്കിൻ്റെ ബോൾ പോല വാശിക്ക് കളിക്കുകയാണ്. ഷിൻജി ഒക്കസാക്കി അടി ഗസ്. ഒക്കസാക്കി പോരാന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ആള് കളിച്ചിട്ടോ. അതിൽ കുഴപ്പമില്ലാതെ കളിക്കണൊക്കെ ഉണ്ടോ ഒക്കസാക്കി? കുഴപ്പമില്ല. നമുക്ക് ബാറ്റ് ഷൂട്ടിൻ്റെ ഒരു സ്ഥാനത്ത് എത്തുമെന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് ഇറക്കണം വേണ്ട നമുക്ക് ആലോചിക്കാം. ഒക്കസാക്കി എങ്ങനെയുണ്ട് നോക്കി. സ്കില്ലൊക്കെ എടുക്കുന്നുണ്ട്. മാർസൽ ടണൊക്കെ കിട്ടിയാൽ വിളിക്കും. അവിടെ നിന്ന് ഒരു അടി ഗോള്. ഒക്കസാക്കി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് റേറ്റിങ്ങിനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, കളിയിൽ നോക്കണ്ടേ. അപ്പോൾ നമ്മളൊന്നും കൂടി മുണങ്ങിയ വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ മുണങ്ങിയതിനാ നമ്മൾ തിരിച്ചടിക്കാൻ സെൻറ്ററിൽ ടച്ച് എടുക്കാനും വേണ്ടി നമുക്ക് പറഞ്ഞാൽ ആശ്വസിക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ ക്യാൻറ്റോണ കൊടുക്കണം. ക്യാൻറ്റോണ റിട്ടേൺ ടു റൈക്കാർഡ്, ക്യാൻറ്റോണ ഒക്കസാക്കി. ഒക്കസാക്കിൻ്റെ ഒക്കെ കുറച്ച് കളികളുണ്ടാവും. ലോങ് റേഞ്ച് കേളർ, ഔട്ട്സൈഡ് കേളർ പറഞ്ഞ സ്കില്ല് ഇട്ടീനു കേട്ടോ. ആ ഔട്ട്സൈഡ് കേളറൊന്ന് ട്രൈ ആണെന്ന് വിചാരിച്ചൊക്കെ. അപ്പോൾ റൈറ്റ് ഫുട്ടല്ലേ, റൈറ്റ് ഫുട്ട് ഔട്ട്സൈഡ് കേളർ ഫ്രീ ബൂസ്റ്റ് അല്ല. അങ്ങനെയാണ് ഞാനും വിട്ടില്ല. നമ്മളൊന്നും കൂടി മുന്നിൽ നമുക്ക് പറഞ്ഞാൽ ടച്ച് കിട്ടിയാൽ ശീലമുള്ളൂ. അതുകൊണ്ട് അല്ല ഒക്കസാക്കി റൈറ്റ് ഫുട്ടല്ലേ. ഔട്ട്സൈഡ് കേളർ നമുക്ക് റൈറ്റ് വിങ് അത് കൊടുക്കുമല്ലോ ഗൈസ്. നമ്മൾ ഔട്ട്സൈഡ് കേളറൊന്നുമല്ല, ലോങ് റേഞ്ച് കേൾ. ഇത് അങ്ങനെ ഒരു സ്കില്ല് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ.
ട്രൈ ചെയ്ത് നോക്കണം. ഇവരൊന്നും മുന്നിൽ നിന്ന് മാറണ്ടേക്ക് ഡ്രിബിൾ ചെയ്ത് പോകാനില്ല. നമുക്ക് ഡ്രിബിളിങ്ങിനില്ലേ വേറൊരു സ്കില്ലും കൂടി കൊടുക്കേണ്ടതാണ്. ഫോർവേഡ് ഡ്രിബിളിങ് ബോളെ കിട്ടില്ല. ഞാൻ ടച്ച് നിർത്താലോ ആലോചിക്കുക. നിങ്ങൾ പറയാം ടച്ച് നിർത്തണോ? നമ്മൾ എന്താ പറയുക റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ വേറെ ആരെക്കൊണ്ടും ഗോൾ അടിപ്പിക്കാൻ നോക്കണില്ല. ഓൺലി ഒക്കസാക്കിയാണ് കാണൂട്ടാ. നമ്മൾ വേറെ ആൾക്കാരനൊക്കെ ഗോൾ അടിപ്പിക്കാൻ നോക്കി നെയ്മറൊക്കെ അവിടെ വെക്കണേ. അവനൊക്കെ എത്രയോ വിളിച്ചടിക്കേണ്ട സമയമായിക്കണേ. വേണ്ട വെക്കണേ. ബ്ലിറ്റ്സ് ഉള്ള ഒരു കേളാണ് ഒക്കസാക്കിൻ്റെ ഒക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മനസ്സിലാക്കണേ. ആക്സലറേഷൻ ഉണ്ടോ? ഞാൻ നോക്കിയില്ലല്ലോ. ലോങ് റേഞ്ച് കളർ വലിയതൊന്നും ഇല്ല കേട്ടോ. ലോങ് റേഞ്ച് കളർ അത്യാവശ്യത്തിനൊന്നും ഇല്ല, ആവശ്യത്തിനുള്ളൂ. പക്ഷെ എന്നാലും പോരാ, കളറൊന്നും പോരാ, ഏൽക്കണില്ല. പോരല്ലോ, പോരാ. ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫിനിഷിംഗ് ഉണ്ടോ ഇല്ലെങ്കിൽ കണ്ടാ. ബുള്ളറ്റ് ലോങ് റേഞ്ച് ഷോട്ട്. അവിടുന്ന് ഒരു പുള്ളിയാണ്ട് വിളിക്കുവാനേ. ഒക്കസാക്കി കുഴപ്പമില്ല, ലോങ് റേഞ്ചൊക്കെ പിടിക്കുവാൻ ഒക്കസാക്കി ഉണ്ടാവും കേട്ടോ. എണ്ണം തന്നെയാണ്. അപ്പോൾ ഒന്നും പറയില്ല, ചെക്കൻ വിളിച്ചെടുക്കാണ് ഒക്കസാക്കി. നോക്കിട്ടാ അവിടുന്ന് കൊടുത്തു ഇങ്ങോട്ട് ഒറ്റടി ഓൾ. ഇത്രയേ ഉള്ളൂ. ഒക്കസാക്കി കൊണ്ട് എടുക്കാൻ നോക്കിയാലാണ് നമ്മൾ പൊട്ടിക്കണ്ടോ. ഗൈസ് സെക്കൻഡ് ഹാഫ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ നമുക്കാണ് ലൈക്ക് ഈറ്റ്സ് ഒക്കസാക്കി ടച്ച്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ പോകണ്ട. ഒക്കസാക്കി എടാ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. ഒക്കസാക്കി ഷിൻജി ഒക്കസാക്കി. എനിക്ക് തോന്നുന്നു ഓരോ നാട്ടിൽ ഇങ്ങനെ കേട്ടോ പേരില്ലെന്നാ. എന്തെങ്കിലുമൊക്കെ കൊണ്ട് പറയാം. അത് പേരുന്ന അത് നല്ല പേര് ഒക്കസാക്കി. ഓക്കെ നല്ല ഡ്രിബിളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്പീഡിന് എന്തെങ്കിലും പറ്റിയത് കൊടുക്കണം. സ്പീഡിന് അത് ഒരു വെട്ടാണ്. അടുത്ത വെട്ടിന് പോവുകയാണോ കുഴപ്പമില്ല. ഒന്ന് ബോൾ എടുത്താൽ കലങ്ങി ഷിൻജി ഒക്കസാക്കി കലങ്ങി. ഗൈസ് വിചാരിച്ചാൽ നടക്കണില്ല. വീണ്ടും ഷിൻജി ഒക്കസാക്കി കിട്ടിയിട്ടുണ്ട്. ഒന്ന് എങ്ങോട്ടെങ്കിലും എടുത്ത് ഓടാൻ പറയുമ്പോൾ ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇതാക്കണേ. ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയാണ് വരിക്ക്. നടക്കണം പറഞ്ഞ മാതിരിയല്ല ചെക്കൻ. ആൾ പുള്ളിയാണോ ചോദിച്ചാൽ പുള്ളിയാണ്. സ്റ്റെൻഡിങ്ങിന് പുള്ളി കേളറിന് പോരാ. അങ്ങനത്തെ ഒരു ഇതാണ്. കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം, അത്രേ പറയാൻ പറ്റുള്ളൂ. വീണ്ടും ഒക്കസാക്കിക്ക് കിട്ടിയിട്ടുണ്ട്. ബോൾ അടുത്ത ട്രിക്കുമായി വീണ്ടും നമ്മൾ വരികയാണ്. ഷിൻജി ഒക്കസാക്കിക്ക് എങ്ങനെ ബോൾ എത്തിക്കും, അതാണ് ട്രിക്ക് ഇട്ടാ. ട്രിക്കൊക്കെ എൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ ട്രിക്ക് ഉപയോഗിച്ചാൽ നടക്കാത്തതിലുണ്ടോ. കണ്ടോ ക്യാനോണ് കൊടുത്ത് കൊള്ളാണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തീന് കേട്ടോ. ഓക്കെ ഷിൻജി ഒക്കസാക്കിക്ക് മിസ് പാസ് ആവുകയാണ് മെയിൻ പ്രശ്നം. ഷിൻജി ഒക്കസാക്കി എടുക്ക് ഓടി പ്രിൻ്റും ചെയ്യണ്ട, അവിടെ ഓടിയാണ് മതി പറഞ്ഞത്. അവനൊരു സ്കില്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മെല്ലെ ഓടുന്നതിനിടയിൽ ബോളൊക്കെ പോയി. അങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ. കുറപ്പേനും കഴിച്ച് ബോളിപ്പോൾ പോകുന്നത്. ഇവന് പ്രശ്നം എന്താ പറയുമോ, ടേൺ ചെയ്യുമ്പോൾ അറിയാതെ ഒന്ന് ബോൾ പോകും. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബോൾ പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ, പ്രൊട്ടക്ഷൻ ഉണ്ട്. ബൂസ്റ്റർ ബോൾ പ്രൊട്ടക്ഷനൊക്കെ കിട്ടി ഒഴിവാക്കിയ ഇതാണ്. അല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് തെളിയിച്ചെടുക്കുകയാണ്. ഒരു ഹാട്രിക്ക് അടിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഒക്കസാക്കിക്ക് നടക്കുമെന്ന് അറിയില്ല. ഗൈസ് കൊളായി കുഴപ്പമില്ല. അപ്പോൾ ഒക്കസാക്കിൻ്റെ കളി എല്ലാവരും കണ്ടില്ലേ. സ്റ്റെൻഡിങ്ങിൽ കേമൻ ആണ്, പക്ഷേ ഇതിലോ ഇതിൽ കേളിലോ തീരും പോരാ. സ്റ്റെൻഡിങ്ങിൽ അടിപൊളിയാണെങ്കിലും ഇതിൽ പോരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത്രക്കും പൊട്ടനാണ് അത്രക്കും നോക്കി നിങ്ങൾ. പക്ഷേ നമുക്കുള്ള പൊസിഷൻസ് റൈറ്റ് വിങ് നിൽക്കുക, SS നിൽക്കുക, അറ്റാക്ക് മിഡ്ഫീൽഡർ നിൽക്കുക, ഫോർവേഡ് നിൽക്കുക. പൊസിഷനൊക്കെ അത്യാവശ്യത്തിനുണ്ടെങ്കിലും ആൾ ഇതിന് പോരാ. ഇതില്ല, കേളില്ല. എനിക്ക് അത്ര പറയുള്ളൂ. ഈ കേള് പറഞ്ഞ സാധനം അതിന് വരുന്നേ ഇല്ല.
വൈ വൈ ഈസ് നോട്ട് യൂസിങ് കേൾ. നമുക്ക് കേളിനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ? ഒക്കെ ഈ കുഴപ്പമില്ല, നല്ല കളിയൊക്കെ കളിച്ചിങ്ങനെ, എന്നാലും ആള് പോരാ, അത്രേ പറയാൻ പറ്റുള്ളൂ ബസ്. ആക്യുറസിൻ്റെ കാര്യമുണ്ടോ? ആക്യുറസി 101 കിട്ടാ ഉണ്ട്. അപ്പോൾ ഇപ്പം കുഴപ്പമില്ല, നല്ല കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. സ്റ്റണ്ടിങ്ങിൽ അടിപൊളിയാണെങ്കിലും കേൾ പോരാ. അപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് നോക്കിക്കുക. റോഡ് 200 സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ പോണേ. ടാറ്റാ.